ആ ചേച്ചി, എന്തായി? ആ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞായിരുന്നോ? ആ ശരി ചേച്ചി, ഞാൻ സമയം പോലെ അതുവഴി വന്ന് വാങ്ങിക്കോളാം. ആണോ? ചേച്ചി പറഞ്ഞത് ആ പിങ്ക് കളറിലെ ബ്ലൗസിന്റെ കാര്യമായിരിക്കും. ഹലോ ഹലോ ഡോക്ടർ, എന്തായി? ശിവാനി, നീ പറഞ്ഞ അടയാളം വെച്ച് ആ നിധി തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. എനിക്ക് മെഡിക്കൽസിൽ തന്നെ പോകണമെന്ന് ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോക്ടറോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിധി ഇവിടെ എത്തുന്നതിന് പിന്നാലെ ഡോക്ടർ ഇവിടെ എത്തണം. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എത്തിക്കോളാം. പിന്നെ നിധിയുടെ കൂടെ കയറി വന്നേക്കരുത്. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് വന്നാൽ മതി. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്ലാൻ വർക്കൗട്ട് ആവൂ. ശരി. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ശരി. ആ, അത് ഞാൻ വന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. വെക്കട്ടെ? ശരി. ഇതാ മാഡം. എത്രയായി? 367. ബില്ലില്ലേ? 2 ദിവസമായിട്ട് പ്രിന്റർ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുക. മുതലാളിയുടെ അടുത്ത് കുറേ പറഞ്ഞതാ, ശരിയാക്കി വയ്ക്കണ്ടേ. ഞാൻ ബില്ല് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ശരി ശരി. അടിപൊളി. ഇന്ന് നിർമ്മല ആന്റിയുടെ സ്പെഷ്യൽ അടയാണല്ലോ. ഊണ് കഴിഞ്ഞിട്ട് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ കൂടെ ഈ ഇലയടെ കൊണ്ട് പോവാടാ. ഏട്ടാ, ഇതൊക്കെ ഹോം മെയ്ഡ് ഐറ്റമാ. ഇതൊക്കെ എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. ശിവാനി, ദോശ ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ ഐറ്റം കഴിച്ചോ. ആഹാരത്തിന് മുൻപുള്ള ഗുളിക കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതൊരു ഊണ് പോലും കഴിച്ചിട്ടില്ല. ഊണ് കഴിക്കാൻ സമയമായിട്ട് വരുന്നല്ലേ ഉള്ളൂ. ഞങ്ങള് കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ അല്ലേ? നല്ല ചൂടുണ്ടോ? നിധി ഇപ്പൊ ഗുളികയായിട്ട് വരും. പിന്നീടുള്ള കളികള് കെയർഫുൾ ആയിരിക്കണം. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. പിടിക്കപ്പെട്ട അടപടലം കുടുങ്ങുന്നത് ഞാൻ തന്നെ ആയിരിക്കും. എന്താ ഇപ്പൊ ഒരു വഴി? സത്യത്തിൽ ഓഫീസിൽ പോവാതെ വീട്ടിലിരിക്കുന്നതിനൊരു സുഖം വേറെ തന്നെയാ അല്ലേടാ? മുതലാളിമാരെ അങ്ങനെ പുച്ഛിക്കാൻ പാടില്ലെന്നാ. ശിവാനി, എടുത്ത് ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ടത് ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ആളത്തി ഗുളിക കിട്ടിയോ നിധി? നീ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് ഗുളിക കഴിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് തരുമോ? ഇപ്പൊ അതിന് ചൂടുണ്ടോ? ഇല്ല അല്ലേ? മുഴുവൻ കഴിച്ചേക്കണം കേട്ടില്ല. എടുക്ക വസു, അത് മുഴുവൻ കഴിക്കട അങ്ങോട്ട്. കഴിച്ചു തീർക്കട അങ്ങോട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ?
ഇന്ദുലേഖ ഡോക്ടറെ കാണുന്നില്ലല്ലോ. അത് എവിടെ പോയേക്കുന്നു? ആ ദാ ശിവാനി. ദാ വേഗം കഴിക്കുക, ഭക്ഷണം കഴിക്കാനുള്ളതാ. എന്താ ആലോചിക്കുന്നത്? വേഗം കഴിക്കും. എന്തോ ഗുളിക കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി. ആ അതൊക്കെ കാണും. എന്തായാലും ഗുളിക കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഗുളിക വായിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം കുറച്ച് കുടിക്കും. വെള്ളം ആദ്യം മുഴുവൻ കുടിച്ചാലേ ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ. ഇത് ആരാ? ഡോക്ടർ വാ. ആന്റി, ഇത് ഡോക്ടർ ഇന്ദുലേഖ, എന്നെ പരിശോധിക്കുന്ന ഡോക്ടർ. ഇരിക്കു ഡോക്ടറെ. ഡോക്ടർ എന്താ ഇങ്ങോട്ടേക്ക്? ഭയങ്കര സർപ്രൈസ് ആയല്ലോ. ഈശ്വരമംഗലം വീട്ടിലെ മരുമകളാണെന്ന് ശിവാനി അറിയിച്ചിരുന്നല്ലോ. എനിക്കിതേ ഇവിടെ തൊട്ടടുത്ത് ഒരു വീട് വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. പിന്നിപ്പോ എങ്ങനെയുണ്ട് ശിവാനി? ടാബ്ലറ്റ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? പിന്നെ എല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പതേ ഈ ഗുളിക കഴിക്കാനായിട്ട് എടുത്തപ്പോഴാ ഡോക്ടർ വന്നു കയറിയത്. എന്താ ഡോക്ടറെ? ആ ഗുളിക ഇങ്ങനെ ശിവാനി. ഈ ടാബ്ലറ്റിന്റെ സ്ട്രിപ്പ് എവിടെ? ഈ ഗുളികയാണോ കഴിക്കാൻ പോയത്? അതെ ഡോക്ടർ. വാട്ട് നോൺസെൻസ്! ആരാ ഈ ഗുളിക കഴിക്കാൻ പറഞ്ഞത്? എന്താ ഡോക്ടറെ, എന്താ പ്രശ്നം? ഇത് അബോഷനുള്ള ടാബ്ലറ്റാ.